തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കച്ചവടക്കാരൻ ഒരിക്കൽ ഒരു കഴുതയെ വാങ്ങുവാൻ ചന്തയിലെത്തി. അനേക കഴുതകൾ നിരനിരയായി നിൽക്കുന്നു. അയാൾ ഓരോന്നിനെയും സൂക്ഷ്മമായി പരിശോധിച്ചു. ലക്ഷണമൊത്തതും തനിക്ക് ബോധിച്ചതുമായ ഒന്നിനെ ഉടമസ്ഥനുമായി വില പറഞ്ഞ് ഉറപ്പിച്ചു. തുക നൽകി കഴുതയുമായി വീട്ടിലെത്തി. അയാൾ കഴുതയാകെ പരിശോധിച്ചു. അതിന്റെ പുറത്ത് സവാരിക്കായി ഇട്ടിരിക്കുന്ന പൗച്ച് എടുത്ത് വൃത്തിയാക്കുവാൻ നോക്കിയപ്പോൾ അതിന്റെ ഒരു അറയ്ക്കുള്ളിൽ വിലയേറിയ കുറെ രത്നങ്ങളുടെ ഒരു പൊതി സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടു. അയാൾക്ക് വലിയ അതിശയമായി. അത് കണ്ട് നിന്ന വേലക്കാരൻ പറഞ്ഞു, ഇത് മുതലാളിക്ക് ദൈവം തന്ന അനുഗ്രഹമാണ്. ഈ കഴുത വന്നതോടുകൂടി നമ്മുടെ വീടിന് വളരെ വലിയ ഐശ്വര്യം വന്നിരിക്കുന്നു. ഉടൻ അയാൾ പറഞ്ഞു, ഇത് നമ്മുടെ രത്നമല്ല. ഞാൻ കഴുതയ്ക്ക് മാത്രമേ വില കൊടുത്തിട്ടുള്ളൂ. രത്നം അതിന്റെ ഉടമസ്ഥൻ മറന്നു വെച്ചതായിരിക്കണം. അത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. ഉടൻ തന്നെ കഴുതയുടെ ഉടമസ്ഥന്റെ അടുക്കലെത്തി കാര്യം പറഞ്ഞു. ആ രത്നങ്ങൾ തിരികെ കൊടുത്തു. അയാൾക്ക് വലിയ അത്ഭുതമായി. അയാൾ മറന്നു വെച്ച രത്നം ഒന്നുപോലും കുറയാതെ തിരിച്ച് കിട്ടിയിരിക്കുന്നു. ആ കച്ചവടക്കാരന്റെ വിശ്വസ്തതയ്ക്ക് പാരിതോഷികമായി അതിൽ നിന്ന് കുറച്ച് രത്നമെടുത്ത് അയാൾക്ക് നൽകി. പക്ഷേ അത് കച്ചവടക്കാരൻ വാങ്ങിയില്ല എന്ന് മാത്രമല്ല, എനിക്ക് അർഹമല്ലാത്ത ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചുകൂടാ, അവകാശിച്ചും കൂടാ എന്ന് മറുപടി പറഞ്ഞ് മടങ്ങിപ്പോന്നു. ഈ കഥയിലെ കച്ചവടക്കാരൻ സത്യസന്ധനാണോ, വിശ്വസ്തനാണോ, നീതിമാനാണോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാത്തിനും അതെ എന്ന് മാത്രമേ ഉത്തരം പറയുവാനായിട്ടുള്ളൂ. 1 ഗ്രാം സ്വർണത്തിന് വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴുത്തറക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു ചെറിയ മാലയ്ക്ക് വേണ്ടി പ്രായം ചെന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവം കഴിഞ്ഞ ആഴ്ച വായിക്കുകയുണ്ടായി. അത്തരം എത്രയെത്ര സംഭവങ്ങൾ നിത്യേന നാം കേൾക്കുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് 12-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വിലപിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദാവീദ് കണ്ട അതേ മനുഷ്യനെ തന്നെ വളരെ വലിയ പുരോഗതികൾ നേടി എന്ന് അവകാശപ്പെടുന്ന ആധുനിക സമൂഹത്തിലും നാം കാണുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നാം വിശ്വസ്തരാണോ എന്നാണ് അവൻ നോക്കുന്നത്. 14-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ കാണുവാനാണ് അവൻ നോക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മദർ തെരേസ തൻ്റെ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സിന് അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശമുണ്ട്. അതിപ്രകാരമാണ്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിജയിക്കുവാനല്ല, വിശ്വസ്തരായിരിക്കുവാനാണ്. ഇതെപ്പോഴും നാം ഓർത്തിരിക്കണം. ഇന്നത്തെ മനുഷ്യൻ വിജയിക്കുവാനും മറ്റുള്ളവരെ പരാജയപ്പെടുത്തുവാനും വേണ്ടി മാത്രം തത്രപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. എവിടെയും വിശ്വസ്തന്മാരെ കാണുന്നില്ല എന്നതാണ് നാം ഭയത്തോടെ മനസ്സിലാക്കേണ്ട വസ്തുത. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഈ ലോകത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം കർത്താവിന്റെ ശുശ്രൂഷകന്മാരും ദൈവിക രഹസ്യങ്ങളുടെ ഗ്രഹവിചാരകന്മാരും ആയിരിക്കുക എന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ദിവസം ക്രൈസ്തവ സഭ അഭിമാനത്തോടെ അനുസ്മരിക്കുന്ന യൗസേപ്പ് പിതാവിനെ നമുക്ക് പരിചയപ്പെടാം. ദൈവിക രഹസ്യങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ രഹസ്യമാണ് തൃത്വ രഹസ്യം. തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവിന് യാതൊരു തടസ്സവും കൂടാതെ സംരക്ഷണം ഒരുക്കിയ വിശ്വസ്തനായ ഗ്രഹവിചാരകനായിരുന്നു യൗസേപ്പ് പിതാവ്. അദ്ദേഹത്തിൽ കണ്ട വിശ്വസ്തതയാണ് ആ വലിയ ദൗത്യത്തിനായി പിതാവാം ദൈവത്താൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. കന്യക മറിയാമിന് അപവാദം വരുത്താതെ, ഉണ്ണിയേശുവിന് അപകടം വരുത്താതെ കരുതലിന്റെയും കാവലിന്റെയും കരങ്ങൾ വിരിച്ച് ദൈവിക പദ്ധതിയുടെ സംരക്ഷകനായി യൗസേപ്പ് പിതാവ് സ്വയം സാക്ഷ്യമാവുകയാണ്. ഈ അടുത്ത സമയത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ആരംഭിച്ചിരിക്കുന്ന സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിന് സഭ നൽകിയിരിക്കുന്ന പേര് യൗസേപ്പ് പിതാവിൻ്റെതാണ്. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെടലിന്റെയും തള്ളപ്പെടലിന്റെയും ഒക്കെ ദയനീയമായ ഭീകരത നേരിടേണ്ടി വരുന്നവർക്കെല്ലാം കരുതലിന്റെയും സംരക്ഷണത്തിന്റെയും കരങ്ങൾ നീട്ടി യൗസേപ്പ് പിതാവിനെ പോലെ അവരെ ചേർത്ത് നിർത്തുവാൻ സഭ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആദ്യം പറഞ്ഞ കഥയിൽ സൂചിപ്പിച്ചതുപോലെ യൗസേപ്പ് പിതാവ് സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും നീതിബോധത്തിന്റെയും സകല ക്രിസ്തീയ സൽഗുണങ്ങളുടെയും മൂർത്തിഭാവമായി വിശ്വാസി സമൂഹത്തിന് മാതൃകയായി നിൽക്കുന്നു. ആ മാതൃകയിൽ ജീവിക്കുവാൻ നമുക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.